ഇത് ഒരു യഹൂദ കഥയാണ്. ഒരിക്കലും ഒരു റബ്ബി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വലിയൊരു ദർശനമുണ്ടായി. ഏലിയ പ്രവാചകൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട ഉടനെ അദ്ദേഹം ഈ റബ്ബിയോട് പറഞ്ഞു, ആ തെരുവീതിയിലിരിക്കുന്ന രണ്ടുപേരെ നീ ശ്രദ്ധിച്ചോ? അവർക്ക് കിട്ടുന്ന ആ സ്വർഗ സൗഭാഗ്യം അത്രയും മഹത്തരമായിട്ട് നിനക്ക് കിട്ടില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് പറയുകയും ഏലിയ പ്രവാചകൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഈ റബ്ബി വല്ലാതെ അസ്വസ്ഥനായി. എന്തായിരിക്കും അതിന് കാരണം? തെരുവീതിയിൽ ഇരിക്കുന്ന രണ്ടുപേരെ നോക്കിയിട്ട് പ്രത്യേകിച്ചായിട്ടൊന്നും സ്വർഗം അവകാശപ്പെടുത്താനായിട്ടുള്ള അധികം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അവസാനം ആശങ്ക മൂത്തപ്പോൾ അദ്ദേഹം ഈ തെരുവീതിയിൽ ഇരിക്കുന്ന രണ്ടുപേരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അക്ഷരജ്ഞാനം ഇല്ല, ഞങ്ങളെ ആരും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഈ റബ്ബിക്ക് കൂടുതൽ ആകാംക്ഷയായി. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉപവസിക്കാറുണ്ടോ? അവർ പറഞ്ഞു, ഉപവസിക്കാനോ? ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ പലപ്പോഴും കിട്ടുന്നില്ല, ഉപവാസം എന്തെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഈ റബ്ബി തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് തമാശ പറയും, ആരെങ്കിലുമൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് സഹിക്കില്ല, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കും, ആരെയും ദുഃഖിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശം ഈ യഹൂദ കഥ നൽകുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുഖത്ത് പ്രകാശം നിറയ്ക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. നമ്മുടെ ഈ മുഖത്ത് ഒരു സന്തോഷം, ഒരു ചിരി എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. Subscribe now and press the bell icon. Never miss an update.